ഹേ സിനിഫാൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3 പറ്റിയാണ്. സിനിമ അങ്ങനെ പാക്കപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ സിനിമ അടുത്ത വർഷമായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ദൃശ്യം 3 മറ്റ് അപ്ഡേറ്റിന് വേണ്ടിയൊക്കെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സർവ്വമായനെ പറ്റിയാണ്. സിനിമയുടെ ജസ്റ്റ് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നിവിൻപോളി ഒരു ട്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള, അപ്പോൾ എന്തായാലും നിവിൻപോളിയുടെ തിരിച്ചുവരവ് നമ്മുടെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു സാധാരണ ഒരു കിടിലൻ റോൾ തന്നെ ആവട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദുരന്തർ എന്ന മൂവിനെ പറ്റിയാണ്. സിനിമയുടെ സെൻസർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ എന്തായാലും കിടിലൻ സിനിമ ആവട്ടെ. സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് 214 മിനിറ്റ്സ് ആണ്. അതായത് 3 മണിക്കൂർ 34 അവേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും ഒരു സംശയമാണ്, നമ്മുടെ തരുമൂർത്തി L365 വന്നപ്പോൾ കഥ മാറിയോ എന്ന്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ കഥ മാറി, പുതിയൊരു കഥയാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും മോഹൻലാൽ എത്തുക. കാരണം അദ്ദേഹം കുറച്ച് സിഗ്നലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷൻ എന്തായാലും ഉറപ്പാണ്. സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് സിനിമ പ്രതീക്ഷിക്കാം. മറ്റ് സിനിമകളൊക്കെ നീട്ടിവെച്ചെന്നാണ് അറിഞ്ഞത്, അതായത് നമ്മുടെ ടോർപിഡോ. അപ്പോൾ എന്തായാലും ലാലേട്ടൻ നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്താം. അതും തരുമൂർത്തി ആകുമ്പോൾ തന്നെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് L365 വേണ്ടി വെയിറ്റ് ചെയ്യാം. പൈങ്കിളി എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ സജിൻ ഗോപു അടുത്തായിട്ട് നായകനാവുന്ന സിനിമയാണ് ധൂമകേതു. സിനിമയിൽ നമ്മുടെ നിഖില വിമലുണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഗണപതി ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കാസ്റ്റാണ്. സിനിമ എന്തായാലും അടുത്ത വർഷമായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് 2 OTT അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ഫെമിനിസ്റ്റ് ഫാത്തിമയാണ്. അത്യാവശ്യം നല്ല പ്രതികരണം കിട്ടിയതാണ്. അപ്പോൾ സിനിമ ഈ മാസം ഡിസംബർ 12 മനോരമ മാക്സിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന സിനിമയാണ്. ഈ സിനിമ നമ്മുടെ സൈന പ്ലേയിലൂടെ ഡിസംബർ 5 റിലീസ് ചെയ്യുന്നതായിരിക്കും.